പോപ്പുലർ ഫ്രണ്ട് ജപ്തിയുടെ മറവിൽ മുസ്ലിം ലീഗുകാരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന് മുസ്ലിം ലീഗ്. ആളുമാറി ജപ്തി ചെയ്യുന്ന പോലീസ് നടപടിയെ വിമർശിച്ച് ദേശീയ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുകയാണ് കേരള പോലീസ് നയം. പോപ്പുലർ ഫ്രണ്ടുകാരെയും മറ്റു രാഷ്ട്രീയക്കാരെയും തമ്മിൽ തിരിച്ചറിയാത്തവരാണോ കേരള പോലീസെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. പോപ്പുലർ ഫ്രണ്ട് ജപ്തിയുടെ മറവിൽ മുസ്ലിം ലീഗുകാരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം. ലീഗ് ജനപ്രതിനിധികളുടെ അടക്കം സ്വത്ത് ജപ്തി ചെയ്തു. ഇത് സർക്കാരും PFIയും തമ്മിലുള്ള ഒത്തുകളിയാണ്. തെറ്റായ ജപ്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കുമെന്നും പി.എം.എ. സലാം പറഞ്ഞു. ഈ ഗവൺമെന്റും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഒരിക്കലും പോപ്പുലർ ഫ്രണ്ടുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലാത്ത മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചിട്ട് കേസിൽ പ്രതിയാക്കി അവരുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോവുകയാണ് ഈ ഗവൺമെന്റ്. അതും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ നിയമപരമായ പരിപാടികൾ ഞങ്ങൾ നോക്കും. എന്നിട്ടും ഗവൺമെന്റ് അനങ്ങുന്നില്ലെങ്കിൽ ഈ നീചമായ വ്യക്തമായ പ്രകടമായ അനീതി ഈ ഗവൺമെന്റ് എത്രത്തോളം പോകുമെന്നതിൻ്റെ വളരെ വ്യക്തമായ തെളിവാണ്. അതിനെതിരെ മുസ്ലിം ലീഗ് അതിശക്തമായ നടപടികൾ സ്വീകരിക്കും.